ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിലുള്ള നീഷ നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതാണ്. അതായത് നമ്മളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, എന്ത് കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്യും. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന കാറ്റഗറിയിൽ നമുക്ക് സ്ഥിരമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള കണ്ടന്റ് ഉണ്ടാവുമോ എന്നൊക്കെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നീഷ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എവിടെ നിന്ന് തുടങ്ങണം എന്ന് അറിയാതെ നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് പുതിയ ഫോണിലാണ്. അപ്പോൾ മൈക്കൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല, നോർമലി വീഡിയോ റെക്കോർഡ് ചെയ്യാണ്. അപ്പോൾ സൗണ്ടിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ്സിൽ പറയണം, എന്നാൽ മാത്രമാണ് എനിക്ക് അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ലോങ് വീഡിയോ നിന്ന് ബെസ്റ്റ് കമന്റർ ആയിട്ട് ആരെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് എന്തായാലും നോക്കിയിട്ട് വരാം. കമന്റർ ആയിട്ടുള്ള ആൾക്ക് കൺഗ്രാറ്റുലേഷൻസ്. ഇനി നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് വരാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉറപ്പായിട്ടും തീരുമാനിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഏത് നീഷയിലാണ് നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നീഷ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം. നീഷ എന്ന് പറയുന്നത് ഒന്നുമില്ല, നമ്മളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കാറ്റഗറി ആവശ്യമുണ്ടല്ലോ. അതായത് ഏത് കാറ്റഗറിയിലാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്, അതാണ് നമ്മളുടെ യൂട്യൂബിൽ നമ്മൾ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ ആ ഒരു കാറ്റഗറി എന്താണെന്ന് തീരുമാനിക്കുന്ന സംഭവമാണ് നീഷ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ കുക്കിംഗ് ചാനൽസ് ഉണ്ട്, അതുപോലെ തന്നെ യൂട്യൂബിന്റെ ടിപ്സ് പറയുന്ന ചാനൽസ് ഉണ്ട്, ക്രാഫ്റ്റിന്റെ ചാനൽസ് ഉണ്ട്, ഫിറ്റ്നസിന്റെ ചാനൽസ് ഉണ്ട്. ഇതുപോലെ ഒരുപാട് കാറ്റഗറി നീഷയിലുള്ള ചാനൽസ് യൂട്യൂബിലുണ്ട്. അപ്പോൾ നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തോന്നിയ പോലെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് റീച്ചും കാര്യങ്ങളൊന്നും കിട്ടൂല. അതേസമയം നമ്മളൊരു നീഷയെ ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ നീഷയെ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ചാനലിൽ റീച്ച് കിട്ടാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നല്ലൊരു നീഷയെ ആദ്യം തന്നെ നമ്മൾ തീരുമാനിക്കുക, എന്നിട്ട് വേണം നമ്മളൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 2-3 ദിവസമൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യും, പിന്നെ നമുക്ക് എന്ത് വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുള്ള ആ ഒരു കണ്ടന്റ് കിട്ടാതെ ആവും. ഇപ്പോൾ നമ്മൾ ക്രാഫ്റ്റിന്റെ ഒരു ചാനലാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ക്രാഫ്റ്റിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ കുക്കിംഗ് ചാനൽ ആണെന്നുണ്ടെങ്കിൽ ഡെയിലി നമുക്ക് കുക്കിങ്ങിന്റെ ഷോർട്സോ ലോങ് വീഡിയോസോ ഒക്കെ അപ്ലോഡ് ചെയ്യാം. ഇതുപോലെ നമ്മളൊരു കാറ്റഗറി തിരഞ്ഞെടുത്താൽ മാത്രമാണ് ഡെയിലി നമുക്ക് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള കണ്ടന്റ് കിട്ടുള്ളൂ. അപ്പോൾ നീഷ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇനി നല്ലൊരു നീഷ എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനു മുന്നേ നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരു നീഷ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ നമ്മൾ നോക്കണം. അതായത് യൂട്യൂബിൽ നമ്മൾ ലോങ് ടേം ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ടാണ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന നീഷയിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രാഫ്റ്റിന്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്, പക്ഷെ നിങ്ങൾക്ക് ക്രാഫ്റ്റിൽ യാതൊരുവിധ ഇൻട്രസ്റ്റും ഇല്ലാന്നുണ്ടെങ്കിൽ 1-2 ആഴ്ച നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റ് പതുക്കെ കുറഞ്ഞു തുടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനലിൽ ഒരു കാറ്റഗറി തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് അതിൽ എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ട്, ലോങ് ടേം ആയിട്ട് നമുക്ക് അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു നീഷ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള നീഷയാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഉറപ്പായിട്ടും ആലോചിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അടുത്തതായിട്ട് നീഷ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട വേറൊരു കാര്യമാണ് നമുക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന നീഷയിൽ നമുക്ക് എത്രത്തോളം നോളേജ് ഉണ്ടെന്നുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ ഒന്നും നോക്കാതെ ഒരു ക്രാഫ്റ്റിന്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ക്രാഫ്റ്റിന്റെ ചാനൽ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ക്രാഫ്റ്റിന്റെ ഉദാഹരണം പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു ക്രാഫ്റ്റിന്റെ ചാനലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷെ നിങ്ങൾക്ക് ക്രാഫ്റ്റിനെ പറ്റിയിട്ട് വലിയ ധാരണ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നീഷയിൽ വീഡിയോസ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കുറയും. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള
കണ്ടന്റിന് ഭയങ്കരമായിട്ടൊരു ക്ഷാമം വരും. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന നീഷയിൽ നിങ്ങൾക്ക് നോളേജ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഉറപ്പുവരുത്തണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള വീഡിയോസ് നമുക്ക് തപ്പിപ്പിടിക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതിൽ ഒരു പെർഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന നീഷയിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു നോളേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി കണ്ടന്റ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. സിമ്പിളായിട്ട് നമുക്ക് ഓരോ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ കുക്കിങ്ങിനെ പറ്റിയിട്ട് ഒന്നും അറിയാത്ത ഒരാളാണ് കുക്കിംഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ ആൾ ചെയ്യുന്ന വീഡിയോസിന് അതിൻ്റെതായ പെർഫെക്ഷൻ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏതിലാണോ നോളജ് കൂടുതലുള്ളത്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് കൂടുതലുള്ളത്, ഇങ്ങനത്തെ നീഷ നിങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് നീഷ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നമ്മളുടെ ഓഡിയൻസിന് എന്താണ് വേണ്ടതെന്നുള്ളത്. അതായത് നമ്മളൊരു നീഷ സെലക്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തു എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് ആ നീഷയിൽ ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഏത് ടൈപ്പ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള നീഷയിൽ എങ്ങനത്തെ വീഡിയോസ് ആണ് നമ്മളുടെ ഓഡിയൻസിന് ആവശ്യമുള്ളതെന്നുള്ളത്. അപ്പോൾ യൂട്യൂബിലോ ഗൂഗിളിൻ്റെ സഹായത്തോടെയൊക്കെ നമുക്ക് അത് അറിയാനായിട്ട് പറ്റും. നമ്മൾ ഒരു നീഷ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓഡിയൻസിന് ആ നീഷയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യം എന്നുള്ളതും കൂടി നമ്മൾ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഓരോ ദിവസവും അതിനനുസരിച്ച് വീഡിയോസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് പുതിയ പുതിയ ഓഡിയൻസ് നമ്മളുടെ വീഡിയോസിലേക്ക് വരും. അപ്പോൾ നമ്മൾ കുക്കിംഗ് ചാനലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ കുക്കിങ്ങിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഓഡിയൻസിന് ഓരോ കാര്യങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവും. അത് നമുക്ക് നോക്കിയിട്ട് വീഡിയോസ് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു നീഷ സെലക്ട് ചെയ്തു തന്നെ വെക്കുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നോക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അതായത് കോമ്പറ്റീഷൻ അനാലിസിസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കുക്കിംഗ് ചാനലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ കുക്കിംഗ് ചാനൽ ഒരുപാട് പേര് യൂട്യൂബിൽ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ കുക്കിംഗ് ചാനൽ ചെയ്യുന്നതിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സ് ആരാണ്, അങ്ങനെ നോക്കുക, അവരുടെ വീഡിയോസ് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ആ ഒരു നീഷയിലെ ബന്ധപ്പെട്ട എല്ലാ ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ചെറിയൊരു പേടിയൊക്കെ വരും. നമ്മൾ ഇതുപോലെ ഇത്രയും വലിയ ക്രിയേറ്റേഴ്സിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റീച്ച് ആവുമോ എന്നുള്ളതൊക്കെ നമുക്ക് പേടി ഉണ്ടാവും. പക്ഷേ പേടി വേണ്ട. നമ്മൾ ഒരു നീഷ സെലക്ട് ചെയ്തിട്ട് അതിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കതിൽ സക്സസ് ആവാൻ പറ്റും. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള നീഷ ഒരുപാട് പേര് യൂട്യൂബിൽ ചെയ്യുന്നുണ്ടാവും. അതൊന്നും നമ്മൾ കണ്ട് പേടിക്കേണ്ട. കാരണം നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള നീഷ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് യുണീക്ക് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ വീഡിയോസ് വൈറലാവും കേട്ടോ. അതിനിപ്പോൾ നമ്മുടെ നീഷ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് എങ്ങനെ വൈറലാവാൻ പറ്റും, അങ്ങനെയൊന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ നീഷയിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് യൂണീക്ക് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള, ഇപ്പോൾ കുക്കിംഗ് തന്നെയാണെന്നുണ്ടെങ്കിലും എല്ലാവരും ചെയ്യുന്നതിൽ നിന്ന് മാറി വ്യത്യസ്തമായിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ വൈറലാവും. ഇനി അടുത്തതായിട്ട് നമ്മൾ നീഷ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുക്കിംഗ് ചാനലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലാസിഫൈ ചെയ്തിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കുകളാക്കി മാറ്റാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ വെച്ചിട്ടുള്ള റെസിപ്പീസ്, മട്ടൺ വെച്ചിട്ടുള്ള റെസിപ്പീസ്, അതുപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെ വേറൊരു റെസിപ്പീസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാറ്റഗറൈസ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ കുക്കിംഗ് വെച്ചിട്ട് ഉദാഹരണം പറയുന്നത് കുക്കിംഗ് ആണ് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുക, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള നീഷയിൽ തന്നെ ഒരുപാട് സബ് കാറ്റഗറീസ് ഉണ്ടാവും. അതിനെ നമ്മളൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഓരോ സബ് കാറ്റഗറീസിൽ നമുക്ക് എന്തൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളൊന്ന് നോക്കുക. നമുക്കിപ്പോൾ ഐഡിയാസിൻ്റെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐഡിയാസൊക്കെ റെഫർ ചെയ്യാനായിട്ട് ഒരുപാട് സൈറ്റുകളും അതുപോലെ തന്നെ ഇൻ്റർനെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപകാരമുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ഐഡിയാസ് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ആപ്പ് യൂസ് ചെയ്യാം. അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ കുക്കിംഗ് ആയിക്കോട്ടെ ക്രാഫ്റ്റ് ആയിക്കോട്ടെ, എന്ത് നിങ്ങൾക്ക് വേണം അത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കിട്ടും. അപ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഐഡിയാസും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആരും പേടിക്കേണ്ട. നമുക്ക് പിൻട്രസ്റ്റും അതുപോലെ തന്നെ ഇന്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഗൈസ് പുറത്ത് നല്ല മഴയാണ്, അതിനനുസരിച്ച് വീഡിയോയിൽ സൗണ്ട് കൂടുന്നുണ്ടാവും. ഇനി നമ്മൾ നീഷ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യല്ല. ഒരു 5-10 വീഡിയോസ് നമ്മൾ ആദ്യം തന്നെ എടുത്തു വെക്കണം. എന്നിട്ട് നമ്മൾ തന്നെ ഒന്ന് നോക്കണം എങ്ങനെയുണ്ട് ഈ ഒരു വീഡിയോ, നമ്മുടെ ഓഡിയൻസിന് ഇഷ്ടപ്പെടുമോ എന്നുള്ളത് നമ്മളെ ചുറ്റുപാടുള്ള കുറച്ച് പേർക്ക് കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ ഓരോ വീഡിയോസ് ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഓഡിയൻസ് വീഡിയോ കണ്ടു
കഴിയുന്ന സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള 10 വീഡിയോസിൽ 5 വീഡിയോ ചിലപ്പോൾ നല്ല റീച്ചിൽ പോയിട്ടുണ്ടാവും, അതിൽ ഓഡിയൻസിന് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് ടൈപ്പ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള നീഷയിൽ ഏത് ടൈപ്പ് വീഡിയോസ് ആണ് നമ്മളുടെ ഓഡിയൻസിന് ഇൻട്രസ്റ്റ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഓരോ ദിവസവും വീഡിയോസ് എടുക്കുന്നത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഗൈസ്, നമ്മൾ യൂട്യൂബ് ചാനലിൽ ഒരു നീഷയെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കാണോ, ആ ടോപ്പിക്കിൽ നമുക്ക് നോളജ് ഉണ്ടോ, അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന നീഷയെ എത്ര പേര് ചെയ്യുന്നുണ്ട്, ടോപ്പായിട്ടുള്ള ക്രിയേറ്റേഴ്സ് ആരൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മുടെ നീഷയിൽ തന്നെ എത്ര കാറ്റഗറീസ് നമുക്ക് സബ് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ കാറ്റഗറി സെലക്ട് ചെയ്യുന്ന സമയത്ത് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 1-2 മാസം നമ്മൾക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ നമുക്കൊരു സ്റ്റക്ക് ആയ പോലെ ഫീൽ ആവും. അതായത് നമുക്ക് യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള കണ്ടന്റ് കിട്ടാണ്ടാവും. അപ്പോൾ നമ്മളെ നോളജിലുള്ള നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ നീഷയായിട്ട് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കണ്ടന്റ് ക്ഷാമം അത് വരില്ല. അപ്പോൾ ഈ ഒരു കാര്യം യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഉറപ്പായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതെന്തായാലും നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം കേട്ടോ. കാരണം നീഷ എന്ന് പറയുന്നതാണ് നമ്മുടെ യൂട്യൂബ് ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഒരു കാറ്റഗറി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന നീഷയിൽ ഒരുപാട് ടോപ്പ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സ് ഉണ്ടാവും. അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മളുടേതായ രീതിയിൽ യുണീക്ക് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വൈറൽ ആവേണ്ട വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വൈറലാവും കേട്ടോ. അതിനിപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ടോപ്പ് ക്രിയേറ്റേഴ്സ് ചെയ്യുന്നുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാതിരിക്കേണ്ട. നമ്മൾ ബിഗിനേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു കോൺഫിഡൻസിൽ തന്നെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക. ഉറപ്പായിട്ടും നമുക്ക് സക്സസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇനി അധികം കഥ പറയുന്നില്ല. അതായത് നല്ല മഴ വരുന്നുണ്ട്. കറണ്ട് പോണതിന് മുന്നേ നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ കുറേ പേര് നമ്മളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോഴും കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ അധികം ഓഡിയൻസിലേക്ക് എത്താനായിട്ട് നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി നമുക്ക് എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.